എറണാകുളത്ത് പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പനക്കാരാണെന്ന് ആരോപിച്ച് 3 യുവാക്കൾക്ക് നേരെ അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവും. യുവാക്കളെ നടുറോഡിൽ മുട്ടുകുത്തി നിർത്തി നിർബന്ധപൂർവ്വം തല മുണ്ഡനം ചെയ്യുകയും തുടർന്ന് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കണ്ടന്തറ ഭായ് കോളനിക്ക് സമീപമാണ് അവിചാരിതമായി കണ്ട 3 യുവാക്കളെ തടഞ്ഞു നിർത്തി തലമുണ്ഡനം ചെയ്തത്. വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശികളായ ഇവർ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം നടന്നത്. അവരുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭായ് കോളനിക്ക് സമീപം കണ്ട യുവാക്കളെ കണ്ടാലറിയാവുന്ന 6 പേർ ചേർന്ന് ആദ്യം തടഞ്ഞു നിർത്തി. കഞ്ചാവ് വിൽപ്പനക്ക് വന്നവരല്ലേ എന്ന് ചോദിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നീട് ആളൊഴിഞ്ഞ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മർദ്ദിച്ചു. തുടർന്ന് 3 പേരെയും മുട്ടുകാലിൽ നിർത്തി. എന്നിട്ട് അവിടെ ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കൂട്ടിക്കൊണ്ടുവന്ന് ട്രിമ്മർ ഉപയോഗിച്ച് തല മുട്ടയടിച്ചു. കഞ്ചാവ് വിൽക്കുവാനോ വാങ്ങുവാനോ വന്നവർ എന്ന് പറഞ്ഞായിരുന്നു ഈ ഉപദ്രവം. കേട്ടാൽ അറക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞതായും യുവാക്കൾ പോലീസിന് നൽകിയ പരാതിയിലുണ്ട്. യുവാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ കേസെടുത്ത് പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരായ യുവാക്കൾ എന്തിനാണ് ഈ പ്രദേശത്ത് എത്തിയത് എന്ന കാര്യം അന്വേഷിക്കും എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയാൽ നല്ല പിഴയും കിട്ടുമെന്ന് നേരത്തെ ഒരു ബോർഡെല്ലാം വെച്ചിരുന്ന സ്ഥലമാണ് കണ്ടന്തറ ഭായ് കോളനി. മഞ്ഞപ്പെട്ടി നീറികാണിക്കൽ ഗോകുൽ, കണ്ടന്തറ പുത്തൻപുരക്കൽ ആൽബി, മഞ്ഞപ്പെട്ടി കളപ്പോത്ത് അൽഫാസ് എന്നിവരാണ് ക്രൂരമായ ഈ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത്. ഇവർ കണ്ടന്തറയിലുള്ള ഒരു സോഡ ഫാക്ടറിയിൽ ജോലി തിരക്കി വന്നു എന്നാണ് പറയുന്നത്. ഫാക്ടറിയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയതിനെ തുടർന്നുണ്ടായ വേക്കൻസിയിലേക്ക് അവിടുത്തെ ഒരു സൂപ്പർവൈസർ വിളിച്ചത് പ്രകാരമാണ് ഇവർ 3 പേരും ബൈക്കിൽ അവിടേക്ക് എത്തിയത്. എന്നാൽ ഈ ഫാക്ടറിയുടെ മുന്നിലെത്തിയ ഉടൻ ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു. യുവാക്കളുടെ ബൈക്കിന്റെ താക്കോൽ അവർ ഊരിയെടുത്തു. പിന്നീട് നിങ്ങൾ കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്ന് ചോദിച്ച് തർക്കിക്കാൻ ആരംഭിച്ചു. തങ്ങൾ ഇവിടെ ജോലി ആവശ്യത്തിന് എത്തുകയാണെന്ന് യുവാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും അക്രമികൾ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പോലീസിനെയോ ബന്ധുക്കളെയോ വിളിക്കാതിരിക്കാൻ ഇവരുടെ മൊബൈൽ ഫോണുകൾ ആ സംഘം ബലമായി പിടിച്ചുവാങ്ങി. തുടർന്നാണ് ആ പ്രദേശത്തെ ഒരു ബാർബറെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന് യുവാക്കളെ മുട്ടുകുത്തി ഇരുത്തി തല മുട്ടയടിച്ചത്. ഇതിനുശേഷം ആ ഫാക്ടറിയിലെ ഇതര സംസ്ഥാനക്കാരനായ സൂപ്പർവൈസറെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയ ശേഷം യുവാക്കളെ ഫാക്ടറിക്കുള്ളിലെ മുറിയിൽ അടച്ചു. അവിടെ വെച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി വീണ്ടും ക്രൂരമായി മർദ്ദിച്ച ശേഷം ആ സ്ഥലത്ത് നിന്നും ഓടിച്ചു വിടുകയായിരുന്നു എന്ന് യുവാക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പെരുമ്പാവൂരിലെ പുതിയപാടം പാടശേഖരം ഒരു കാലത്ത് നെൽവയലുകൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു. ഇന്ന് അതേ സ്ഥലം ഭായ് കോളനി, ബംഗാൾ കോളനി, കണ്ടന്തറ കോളനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതിഥി തൊഴിലാളികളുടെ കേന്ദ്രമാണ് ഈ സ്ഥലം. ലഹരി വിൽപ്പന, അനാശാസ പ്രവർത്തനങ്ങൾ, നിയമലംഘനങ്ങൾ എന്നിവയുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നതാണ് ഈ പ്രദേശം. ലഹരി വിൽക്കുന്നവരിലും അത് ഉപയോഗിക്കുന്നവരിലും അതിഥി തൊഴിലാളികൾ വലിയ തോതിൽ ഉണ്ടെങ്കിലും യഥാർത്ഥ നിയന്ത്രണം നടത്തുന്നവരിൽ മലയാളികളും ഉൾപ്പെടുന്നു എന്നാണ് ആരോപണം. പിടിയിലാകുന്നവർക്ക് ദിവസങ്ങൾക്കകം ജാമ്യം ലഭിക്കുകയും യഥാർത്ഥ ഉറവിടം പിടിയിലാകാതെ തുടരുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തി. ലഹരി മാഫിയയുടെ വേര് അറുക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് പറഞ്ഞ ചെന്നിത്തല പെരുമ്പാവൂരിലെ മുഴുവൻ ജനങ്ങളെയും തൂഫാൻ ബാരിയേഴ്സായി പ്രഖ്യാപിക്കുന്നതായും അറിയിച്ചു. കണ്ടന്തറ ഭായ് കോളനി സന്ദർശിച്ച് അതിഥി തൊഴിലാളികളുമായി ദീർഘനേരം മന്ത്രി ഹിന്ദിയിൽ സംഭാഷണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ 3 പേരെയും ക്രൂരമായി മർദ്ദിച്ചത് തീർച്ചയായും അവിടെയുള്ള ആളുകൾ തന്നെയാണ്. തൂഫാൻ ബാരിയേഴ്സ് ആയതിന്റെ അമിതാവേശത്തിൽ കാണുന്നവരെല്ലാം ലഹരി വിൽക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് തല്ലുന്നത് നല്ല പ്രവണതയല്ല. ഈ മർദ്ദിച്ചവർ ലഹരിക്ക് അടിമകൾ ആണോ എന്നതും അന്വേഷിച്ച് അറിയേണ്ട കാര്യമാണ്. ബോധമുള്ള ആളുകൾ ചെയ്യുന്ന പണിയല്ല അവർ ചെയ്തിരിക്കുന്നത്. ഈ കണ്ടാലറിയാവുന്ന 6 പേരെ കണ്ടെത്തി വിശദമായി ഒന്ന് ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരും.